ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തനി നാടൻ രീതിയിലുള്ള അധികം മസാലകളൊന്നും ചേർക്കാത്ത നല്ല മുളകിട്ട സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ വേഗം വാ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ 1/2 കിലോനോളം നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ പീസസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ചൊന്ന് പൊടികൾ ചേർത്തിട്ട് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റാണ്, അതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണിൻ്റെ ഒക്കെ അടുത്ത് മതിയാവും. അപ്പോൾ ഇനി കറിയിലേക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കില്ല കേട്ടോ, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുക. അപ്പോൾ അത് കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം സമയമുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 10-15 മിനിറ്റ് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അത്ര സമയം വെക്കുക. ഇതാ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാളയും ഒരു മീഡിയം സൈസ് തക്കാളിയും ഒരു 2-3 പച്ചമുളകും, അത്രയും മതിയിട്ട് വെജിറ്റബിൾസ്. കാരണം നമ്മളിതിൽ ഒരുപാട് മസാലകളൊന്നും ഇല്ലാത്ത കറിയല്ലേ, അപ്പോൾ ഇത്രയും വെജിറ്റബിൾസിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ വേണം ഈ ഒരു കറി ഉണ്ടാക്കാൻ, നാടൻ കറിയല്ലേ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ ചേർക്കുമ്പോൾ ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് സവാളയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് വഴറ്റി കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴന്ന് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് കീറി വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതാ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇനി അതിൻ്റെ ഒക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, കാരണം നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്തുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇതാ ഒരു 1.5 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ഞാൻ ചിക്കൻ ക്യൂബാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ക്യൂബ് ചേർക്കണം എന്നില്ല, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ ക്യൂബ് ചേർത്തെന്ന് വെച്ചിട്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, രണ്ടും സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചിക്കൻ ക്യൂബാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കാരണം നമ്മൾ ഉപ്പ് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, കാരണം നമ്മൾ മാഗ്നേറ്റ് ചെയ്തുമ്പോൾ അതിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾക്ക് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചൊരു 2-3 മിനിറ്റ് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടും, നമ്മൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളിയും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നമ്മൾ തക്കാളിയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അതിട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയിലിട്ടിട്ട് കുറച്ച് സമയം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു മസാലയിൽ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നല്ല ചൂടാക്കി തിളച്ച വെള്ളം എന്താ ഞാൻ ഏകദേശം ഒരു 2 ഗ്ലാസിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ പിന്നെ നോക്കിയിട്ട് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇവിടെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഒന്നും കൂടെ വറ്റി ഒന്ന് കുറുകി വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗരം മസാല ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്, ഈ ലാസ്റ്റ് ഏകദേശം വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഗരം മസാല ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ് കേട്ടോ കിട്ടുന്നത്. ഇനി ഇതൊന്നും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് കറി ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ മൂടി തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ല നാടൻ കറിയുടെ സ്മെല്ല്, നല്ല അടിപൊളിയായിട്ട് നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് അധികം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിത് കറി പാനിൽ നിന്നൊരു വൈറ്റ് പോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിയുടെ കളർ തന്നെ കണ്ട നല്ല റെഡ് കളറിലുള്ള നല്ല തനി നാടൻ മുളകിട്ട ചിക്കൻ കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ താളിപ്പ് കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് വെളിച്ചെണ്ണയിൽ താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടി. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ചപ്പാത്തിയോ പൊറോട്ടയോ നെയ്ച്ചോറോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരേക്കും എല്ലാവർക്കും